ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാ ചിക്കനും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ വറുക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ. രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ സവാളയുടെ ഒപ്പം കിടന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം ചിക്കൻ വറുക്കുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തത്. ഇനി എല്ലാ മസാലയും കൂടി നന്നായിട്ടൊന്ന് എണ്ണയിൽ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായി പച്ചമണമൊക്കെ മാറി നല്ലൊരു പൊടികളുടെ നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു അരമുറി തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിക്ക് പുറമെ കുറച്ച് ഒരു 2 സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നന്നായി ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി നല്ലൊരു ഗ്രേവി പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ആ ചിക്കനിലേക്കൊക്കെ ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 4-5 മിനിറ്റോളം നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ കറക്റ്റ് ചിക്കൻ കറിയുടെ നല്ലൊരു കളറും വരും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല അടിപൊളി സെറ്റായി ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്.
കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.